നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്ന നീതി ആയോഗ് യോഗത്തിൽ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉൾപ്പെടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആന്ധ്ര മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരൊക്കെ വിട്ടുനിൽക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ യോഗത്തിൽ നിന്ന് ഇന്ത്യ മുന്നണി ബഹിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാളെ യോഗം ചേരാനിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിമാരുടെ ഈ തീരുമാനം പുറത്തുവരുന്നത്. ജൂലൈ 23-ന് അവതരിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര ബജറ്റ് വിവേചനപരമാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അപ്രതീക്ഷിത തീരുമാനം കൂടെ. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം.കെ. സ്റ്റാലിനാണ് ഈ ബഹിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് എന്നതാണ് വിവരം. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഒക്കെ രംഗത്തെത്തുകയായിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാര്യമാണെങ്കിൽ ഇപ്പോഴും സസ്പെൻസിൽ തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ മമതാ ബാനർജി പങ്കെടുക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ദില്ലി യാത്ര മമത റദ്ദാക്കിയതോടെ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മമതയുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ബജറ്റിനെതിരെ ഇന്ത്യ സഖ്യം പാർലമെന്റിലും പ്രതിഷേധങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തമിഴ്നാടിന് ഒന്നുമില്ലാത്ത ബജറ്റായിരുന്നു എന്നതാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ബജറ്റിനെതിരെ പിണറായി വിജയൻ ഉൾപ്പെടെ കേരളത്തിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം. ബജറ്റിനെതിരെ പ്രധാന കവാടത്തിലും ഇരുസഭകളിലും ഇന്ത്യ മുന്നണി പ്രതിഷേധം ഉൾപ്പെടെ അറിയിക്കുകയുണ്ടായി. ബജറ്റിൽ കർണാടക സർക്കാരിനോട് കാണിച്ചത് കടുത്ത അനീതിയാണ് എന്ന് സിദ്ധരാമയ്യയും കുറ്റപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ നികുതി ഇനത്തിൽ വരുമാനം നൽകുന്ന സംസ്ഥാനമായിരുന്നിട്ട് പോലും കർണാടകത്തിനോട് കേന്ദ്രം കടുത്ത അവഗണനയാണ് കാണിച്ചതെന്നും ഈ അവഗണന നേരിടേണ്ടി വന്നതിൽ സങ്കടമുണ്ട് എന്നൊക്കെയാണ് സിദ്ധരാമയ്യ പറയുന്നത്. കസേര സംരക്ഷണം ബജറ്റാണ് ഇത് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പിയടിച്ചതാണ് എന്ന് വിമർശനം ഉന്നയിച്ചു. സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയുണ്ടായി. തൃണമൂൽ കോൺഗ്രസും ബജറ്റിനെതിരെ രംഗത്തെത്തിയിരുന്നു. പരാജയപ്പെട്ട ബജറ്റാണിതെന്നും ഒരു വാറണ്ടിയുമില്ലാത്ത രണ്ട് സഖ്യകക്ഷികൾക്ക് കൈക്കൂലി നൽകിയതാണിതെന്നും തൃണമൂൽ കോൺഗ്രസ് ബജറ്റിനെ കുറ്റപ്പെടുത്തി. എന്തായാലും ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമാണ്. കേരളത്തിന്റെ പേര് പരാമർശിക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് നിലവിൽ വളരെ വലിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത് ആർക്കും ആരെയും ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി നടത്തുന്നതല്ല. കൃത്യമായി ഓരോ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതൊക്കെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി നൽകിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും മോദിക്കെതിരെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഏറെക്കുറെ ചർച്ചയാകുന്നത്.